ചരിത്രത്തിലുടനീളം കോടിക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരാളുടെ മരണം മാത്രം വേറിട്ട് നിൽക്കുന്നു, യേശുക്രിസ്തുവിന്റെ. യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അതിനെന്തെങ്കിലും ഉദ്ദേശ്യമുണ്ടായിരുന്നോ? ഉത്തരത്തിനായി മനുഷ്യചരിത്രത്തിന്റെ ആരംഭത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ദൈവം ആദ്യ മനുഷ്യനായ ആദാമിനെ പാപമില്ലാതെ പൂർണ്ണനായി സൃഷ്ടിച്ചുവെന്ന് ബൈബിൾ പറയുന്നു. ഏദൻ തോട്ടത്തിലെ ഒരു വൃക്ഷമൊഴികെ മറ്റുള്ളവയിൽ നിന്ന് ഭക്ഷിക്കാൻ ആദാമിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന ലളിതമായ കൽപ്പന ദൈവം നൽകി. നന്മയുടെയും തിന്മയുടെയും നിലവാരം വയ്ക്കാനുള്ള ദൈവത്തിന്റെ അവകാശത്തെ ആ വൃക്ഷം പ്രതീകപ്പെടുത്തി. യഹോവയെ അനുസരിക്കുന്നിടത്തോളം കാലം പറുദീസയിൽ നിത്യം ജീവിക്കാനുള്ള പ്രതീക്ഷ ആദാമിനുണ്ടായിരുന്നു. എന്നാൽ ദൈവം ചെയ്ത നന്മകളെ ആദാം വിലമതിച്ചില്ല. അവൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതിന്റെ ഫലമായി നിത്യം ജീവിക്കാനുള്ള അവസരം അവൻ നഷ്ടപ്പെടുത്തി. ഈ പ്രവൃത്തി അവനെ മാത്രമല്ല ബാധിച്ചത്, അവന്റെ പിൻഗാമികളെല്ലാം പാപത്തിന്റെ ഫലമായുള്ള മരണം അവകാശമാക്കി. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വയം മോചിതരാകാൻ മനുഷ്യർക്കാകില്ല. അതുകൊണ്ട് അവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് യഹോവ തന്റെ ആത്മപുത്രനെ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കാൻ ഇടയാക്കിയത്. യേശുവും ആദാമിനെ പോലെ ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്നാൽ ആദാമിൽ നിന്ന് വ്യത്യസ്തനായി യേശു അനുസരണമുള്ളവനായിരുന്നു. ഇത് അനേകർക്കു വേണ്ടി തന്റെ ജീവൻ മോചനവിലയായി കൊടുക്കാൻ യേശുവിനെ പ്രാപ്തനാക്കി. പക്ഷേ ഒരു മനുഷ്യന്റെ മരണം മുഴുവൻ മനുഷ്യവർഗത്തിനും ഗുണം ചെയ്യുന്നതെങ്ങനെ? ഇങ്ങനെ ചിന്തിക്കുക. ഒരു വലിയ കമ്പനിയുടെ മാനേജർ അവിടെ നിന്ന് പണം മോഷ്ടിക്കുന്നു. അത് കമ്പനിയെ കടക്കെണിയിലാക്കുന്നു. ഒടുവിൽ കമ്പനി പൂട്ടാനിടയാകുന്നു. ജോലിക്കാർക്ക് തൊഴിൽ നഷ്ടമായി. ഒരൊറ്റ വ്യക്തിയുടെ അഴിമതി അവരുടെ എല്ലാം ജീവിതം വഴിമുട്ടിച്ചു. ഇപ്പോൾ അവരുടെ ആ കഷ്ടപ്പാടും പ്രയാസവും കണ്ട ദയാലുവും കരുണാമയനുമായ ഒരു വ്യക്തി അവരുടെ ഭീമമായ കടം വീട്ടി കമ്പനി വീണ്ടും തുറക്കുന്നു. അദ്ദേഹത്തിന്റെ ആ കരുണാപ്രവൃത്തി തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമേകി. ആദാം ആ അഴിമതിക്കാരനായ മാനേജറെ പോലെയാണ്. ദൈവത്തോട് മത്സരിച്ച് പാപത്തിന്റെ വലിയ കടം വരുത്തിവെച്ചു. അത് മക്കൾക്കും കൈമാറി. എന്നാൽ യേശു ആ കരുണാമയനായ വ്യക്തിയെപ്പോലെയാണ്. തന്റെ പൂർണ്ണതയുള്ള ജീവൻ നൽകി പാപത്തിന്റെ കടം വീട്ടുകയും നമുക്കെല്ലാം നിത്യം ജീവിക്കാനുള്ള പ്രത്യാശ തിരികെ നൽകുകയും ചെയ്തു.